തിരുവനന്തപുരം പോത്തൻകോട് സ്കൂൾ വിദ്യാർത്ഥികളുമായി പോയ ടെമ്പോ വാൻ മറിഞ്ഞ അപകടം എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. 8 കുട്ടികൾക്കാണ് പരിക്കേറ്റത്. പോത്തൻകോട് ലക്ഷ്മി വിലാസം ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ആദ്യം ഒരു പ്രതികരണം കാണാം. പോത്തൻകോട് ലക്ഷ്മി വിലാസം സ്കൂളിലെ കുഞ്ഞുങ്ങൾ സഞ്ചരിച്ചെന്ന ഒരു ടെമ്പോ സ്കൂളിനടുത്ത് പതിപ്പള്ളിക്കുളം ചെറിയക്ക് മേളിലായി റോഡിൽ മറിയുന്ന ഒരവസ്ഥയുണ്ടായി. 12ഓളം കുട്ടികളാണ് ആ സ്കൂൾ ബസ്സിലുണ്ടായിരുന്നത്. കണിയാപുരം കരിച്ചാറ ഭാഗത്തേക്കുള്ള കുഞ്ഞുങ്ങളാണ് ആ ബസ്സിലുണ്ടായിരുന്നത്. കുട്ടികൾക്ക് ആർക്കും തന്നെ വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ കാത്തു. പക്ഷേ 2 കുട്ടികളെ തലയ്ക്ക് ചെറിയ പരിക്കുകൾ കാരണം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കി ഉള്ള കുട്ടികളെ തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സലീം, എന്താണ് ഈ അപകടത്തിന്റെ കാരണമായി മനസ്സിലാക്കുന്നത്? കുട്ടികളുടെ ആരോഗ്യനില അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നു. ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ് സലീം? റിജിത്ത്, ഈ കുട്ടികളുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ ഒരു വാർത്ത. ഇന്ന് വൈകുന്നേരം സ്കൂൾ വിട്ട് വരും വഴിയായിരുന്നു ഈ അപകടമുണ്ടായത്. 4:15 പോത്തൻകോട് പതിപ്പള്ളിക്കോണം ചിറയ്ക്ക് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. ഈ കുത്തനെയുള്ള ഇറക്കത്തിൽ വെച്ച് നിയന്ത്രണം വിട്ട് വാഹനം ഒരു മതിലിൽ ഇടിച്ച് മറിയുകയായിരുന്നു. പോത്തൻകോട് ലക്ഷ്മി വിലാസം ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് പരിക്കേറ്റത്. അതിൽ 6 കുട്ടികൾക്ക് ചെറിയ പരിക്കുകളുണ്ട്. വീഴ്ചയിൽ തലയ്ക്കടിയേറ്റ 2 കുട്ടികളെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അവരുടെയും ആരോഗ്യനിലയിൽ വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസം. ഈ ബസ്സിൽ ആ സമയത്തുണ്ടായിരുന്നത് 19 കുട്ടികളാണ്. ഇവരെല്ലാവരും കണിയാപുരം സ്വദേശികളാണ്. കണിയാപുരം ഭാഗത്തേക്ക് സ്കൂളിന്റെ ബസ് ഇല്ലാത്തതിനാൽ സ്വകാര്യ വാഹനങ്ങളെയാണ് അവിടെ നിന്നുള്ള രക്ഷകർത്താക്കൾ ആശ്രയിച്ചിരുന്നത്. അതിനുശേഷം സ്കൂളിൽ നിന്നും പുറപ്പെട്ട ഏകദേശം 2 കിലോമീറ്റർ അടുത്ത് വെച്ച് ഈ അപകടം ഉണ്ടാവുകയായിരുന്നു. വാഹനം നിർത്തിയത് കണ്ട് ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് അവിടെയുള്ള ആളുകൾ പറയുകയും ചെയ്യുന്നത്. പിന്നീട് ഈ കുട്ടികളെല്ലാം ബസിന്റെ മുൻവശത്തെ ജനൽ വഴിയാണ് പുറത്തെടുത്തത്. ശരി, സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കുട്ടികളുടെ പരിക്ക് ആശങ്കയുള്ളതല്ല.